Good afternoon, dear students. Good afternoon, Miss. All of you take your note. Good afternoon, Miss. Hindi notebook. Present ഇടട്ടെ? Yes. Take your notebook and pencil. Are you ready? Yes. Oh. Then write first word is yajna. Sorry, ya, ra, la, va. First എഴുതേണ്ടത് നിങ്ങൾ സ്പേസ് ഇട്ട് വേണം എഴുതാൻ. Ya. First letter is ya. Ya. Ya എന്ന ലെറ്റർ നിങ്ങൾ അവിടെ എഴുതിയാൽ മതി. നേരെ എഴുതണം കേട്ടോ. അപ്പൊ നോട്ട് ബുക്കിന്റെ നേരെയായിട്ട് എഴുതുക. അടുത്ത ലെറ്റർ രാ. ഫസ്റ്റ് ലെറ്റർ ഈസ് യാ. സെക്കൻഡ് രാ. മൂന്നാമതായിട്ട് ല. 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 ലാസ്റ്റ് ലെറ്റർ വ. ഏതൊക്കെ ലെറ്ററായി? യ, ര, ല, വ. Okay. Next word is yajna. Yajna. യജ്ഞ നമ്മൾ എങ്ങനെ എഴുതുക? രണ്ട് ലെറ്റർ വേണം അല്ലെ? രണ്ട് ലെറ്റേഴ്സ് വേണം. ഏതൊക്കെയാണ്? യാ എഴുതണം, ഞാ എഴുതണം. നമ്മൾ ഞാൻ പഠിച്ചില്ലേ, UKG പഠിച്ചു അല്ലേ? യജ്ഞ. Second word രബഡ്. 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 Okay. Next word is ledka. Ledka.
ഏതൊക്കെ ലെറ്റേഴ്സ് വേണം? ലാ എഴുതണം അല്ലേ? ലാ, ദാ എഴുതണം. ഇതിന്റെ അടിയിൽ ഒരു ഡോട്ട് വേണം. കാ എഴുതണം. കായ്ക്ക് ആയിന്റെ ചിഹ്നം കൊടുക്കണം അല്ലേ? ആക്കി മാത്രം കൊടുക്കണം. ലഡുക്ക. ഹാദിക്കുട്ട, എന്താ അവിടെ ചെയ്യുന്നേ? ഞാൻ കണ്ടു. എഴുതി കഴിഞ്ഞിട്ടേ നിങ്ങളോട് സംസാരിക്കുന്നുള്ളൂ. ലാസ്റ്റ് വേർഡ് ഈസ് വൺ. വൺ. ഓക്കെ. ഡിക്റ്റേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എഴുതിയത് ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ യാ, രാ, ലാ, വാ എന്നുള്ള ലെറ്റർ എഴുതി. അതിനുശേഷം 4 വേർഡ്സ് എഴുതിയിട്ടുണ്ട് അല്ലെ? ഏതൊക്കെ വേർഡ്സ് ആണ്? യജ്ഞ, രബഡ്, ലഡുക്ക, വൻ. ഓക്കെ, എല്ലാവരും തന്നെ എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം രാവിലെ പഠിച്ചല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റില്ലേ? അതിന് എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മള് പഠിപ്പിച്ച പാടെ നമ്മളൊന്ന് എഴുതി നോക്കിയാല് നമ്മുടെ മനസ്സിൽ എപ്പോഴും അതവിടെ ഓർത്ത് വെക്കാൻ പറ്റുന്ന അതിന് മനസ്സിലാവുന്നത് അല്ലേ? അപ്പൊ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ഹിന്ദിയിലായാലും വേർഡ്സ് അല്ലെങ്കിൽ അക്ഷരങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അത് റഫ് ബുക്കിലോ അല്ലെങ്കിൽ സ്ലേറ്റിലോ നിങ്ങളൊന്ന് എഴുതി വെക്കുവാണെങ്കിൽ നിങ്ങൾക്കത് ഒരിക്കലും മറക്കില്ല. ഇപ്പൊ തന്നെ നമുക്കത് തലയിൽ കയറിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഇന്ന് ഇട്ട ഡിക്റ്റേഷനില് ഇത് മിസ്സിന് അയച്ചു തരുമൊന്നും വേണ്ട. നിങ്ങൾ തന്നെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യണം. തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഒന്ന് കറക്റ്റ് ആക്കി എഴുതുക, പഠിക്കുക. വീണ്ടും അമ്മയോട് പറയാ, ഒരു ഡിക്റ്റേഷൻ ഇടാൻ പറയുക, ഫുൾ ശരിയാക്കുക. നമുക്ക് എത്ര വേർഡ്സ് ആണ് തന്നിരിക്കുന്നത് അതിന് കണക്കായ മാർക്ക് ഇടുക. നിങ്ങൾക്ക് ഇതിൽ 10 ഔട്ട് ഓഫ് 10 ആട്ടോ. ഫുൾ മാർക്ക് ഉണ്ടെങ്കിൽ 10 ഔട്ട് ഓഫ് 10 ഇട്ടോളൂ. ഇഷ്ടമുള്ള മാർക്ക് ഇടാം. ഫുൾ ഉണ്ടെങ്കിൽ 3 സ്റ്റാർ ഇടാം, 5 സ്റ്റാർ ഇടാം. മിസ്സിന് അയച്ചു തരുമൊന്നും വേണ്ട. നിങ്ങൾ തന്നെ അവിടെ അത് അമ്മയോട് പറഞ്ഞിട്ട് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ക്ലോസ് യുവർ നോട്ട്ബുക്ക്. All of you open your textbook, page number 56. Page number 56. Vaishnav, where are you? Sorry, where is your book? Textbook എടുക്ക. Page number 56. ഓക്കെ, ഇവിടെ നോക്കിയേ നിങ്ങള്. യാ, രാ, ലാ, വാ എന്ന് വരെ നമ്മൾ പഠിച്ചു. അതിന്റെ ബാക്കിയുള്ള ലെറ്റേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വീണ്ടും 4 ലെറ്റേഴ്സ് വരുന്നുണ്ട് അല്ലെ? ഷ, ഷ, സ, ഹ. ഷ സേ ശർബത്ത്, ഷ സേ ഷട്കോൺ, സ സേ സബ്ജി, ഹ സേ ഹൽദി. Listen. ഷ സേ ശർബത്ത്. ശർബത്ത് മീൻസ് എന്താണ്? ശർബത്ത്
ജ്യൂസ്, സ്ക്വാഷ് അങ്ങനെയൊക്കെ പറയും. അതാണ് നമ്മൾ സർബത്ത് കുടിക്കുന്നതൊക്കെ പറയുന്നില്ലേ, സർബത്ത് കുടിക്കുക എന്നൊക്കെ പറയില്ല. അതായത് ശർബത്ത് എന്ന് പറഞ്ഞ ജ്യൂസ് ആണ് കേട്ടോ. സിറപ്പ് ഓർ സ്ക്വാഷ് അല്ലെങ്കിൽ ജ്യൂസ് എന്ന് പറയും. ഷഡ്കോൺ, ഷഡ്കോൺ മീൻസ് ഹെക്സാഗോൺ. എന്താണ്? 6 കോൺ ഉള്ളതിനെയാണ് നമ്മൾ ഷഡ്കോൺ എന്ന് പറയാ. 6 കോൺ ഉള്ളതിനെ നമ്മൾ ഷഡ്കോൺ എന്ന് പറയും. അവിടെ നിങ്ങൾ കണ്ടോ, അവിടെ ഒരു പിക്ചർ തന്നെ കണ്ടോ? അതിലെ ആ ഒരു കോൺ എണ്ണി നോക്കിയേ, 1 2 3 4 5 6 കണ്ടോ? അതിനാണ് നമ്മൾ ഷഡ്കോൺ എന്ന് പറയാ. നെക്സ്റ്റ് നോക്കിയേ, സബ്ജി. സാസെ സബ്ജി. സബ്ജി മീൻസ് വെജിറ്റബിൾ. അബ്ദുൽ ഹാദി, ഡോണ്ട് ബൈറ്റ് യുവർ പെൻസിൽ. സാസെ സബ്ജി. ഹാസെ ഹൽദി. ഹൽദി എന്ന് പറഞ്ഞാൽ എന്താണ് അറിയോ? ടർമറിക്. ടെർമറിക് എന്ന് പറയും. ടെർമറിക് എന്താണ്? മഞ്ഞള്. അതാണ് ഹൽദി പറഞ്ഞാൽ മഞ്ഞള്. ലിസൺ. ഷാസെ ശർബത്ത്, ഷാസെ ഷഡ്കോൺ, സാസെ സബ്ജി, സബ്ജി, ഹാസെ ഹൽദി. താഴെ ഇവിടെ കൊടുത്തിരിക്കുന്ന വീണ്ടും ഷാ, ഷാ, സാ, ഹ. കണ്ടോ? ലിഖോ എന്ന് പറഞ്ഞിട്ട് അത് ഹോംവർക്ക് ആണ്. നിങ്ങളത് ആ പെൻസിൽ എടുത്തിട്ട് അതിന്റെ മുകളിലൂടെ എഴുതണം. ഇപ്പോഴെല്ലാം ഹോംവർക്ക് ആണത്. താഴെ കൊടുത്തിരിക്കുന്ന ശബ്ദകോശം നോക്കിയേ. ശരം, ശരീഫ, ഷട്ട്, ഷഡ്പദ്, സടക്ക്, സർപ്പ്, ഹൽ, ഹൽവായി. ലിസൺ. ശരം എന്താണ്? ശരം എന്ന് പറഞ്ഞാൽ ഷെയിം, ഷൈനസ്, നാണം അല്ലേ? അതാണ്. ശരീഫ, ഷെരീഫ എന്ന് പറഞ്ഞാല് കസ്റ്റാർഡ് ആപ്പിള്. നിങ്ങൾ എന്താ അതിന് പറയാ? കസ്റ്റാർഡ് ആപ്പിളിന് സീതപ്പഴം അങ്ങനെ എന്തൊക്കെയോ പേരുണ്ടല്ലോ അതിന്. ഒരാള് ഓരോ പേരാ പറഞ്ഞത്. കസ്റ്റാർഡ് ആപ്പിൾ ആണ്. ഷട്ട് എന്ന് പറഞ്ഞാൽ 6, 6. ഷഡ്കോൺ എന്ന് പറഞ്ഞില്ലേ നമ്മള്. ഷഡ്പദ്, ഷഡ്പദ് മീൻസ് 6 ലെഗ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഷഡ്പദ് പറഞ്ഞാൽ എന്താണ്? 6 കാലുള്ളതിനെല്ലാം ഷഡ്പദ് എന്നാ പറയാ. നമ്മൾ 8 കാലുള്ളതിന് 8 കാലി എന്ന് പറയും അല്ലേ? ഷഡ്പദ് പറഞ്ഞാല് ബട്ടർഫ്ലൈ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, 6 ആയിരിക്കും അതിന്റെ ലെഗ്. സടക്ക്, സടക്ക് റോഡ്. സർപ്പ് സ്നേക്ക്, പാമ്പിനെ തന്നെയാണ് നമ്മൾ സർപ്പ് എന്ന് പറയാ. മലയാളത്തിൽ സർപ്പ് എന്നൊക്കെ പറയുന്നതാണ്. ഹൽ, ഹൽ എന്ന് പറഞ്ഞ പ്ലോ. കലപ്പ എന്ന് പറഞ്ഞില്ല, അതാണ്. ഹൽവായി, കൺഫെക്ഷണർ. അതായത് ഇതൊക്കെ ഉണ്ടാക്കുന്നില്ലേ, ഹൽവയൊക്കെ ഉണ്ടാക്കുന്നയാൾ, മധുരപലഹാരങ്ങൾ ഉണ്ടാക്കുന്നയാളാണ് നമ്മൾ ഹൽവായി എന്ന് പറയാം. ഇപ്പൊ ഇവിടെ ഇതേ ഉള്ളൂ. ഷാ, ഷാ, സാ, ഹ. ഈ ലെറ്റേഴ്സ് ചേർത്തിട്ടുള്ള വേർഡ്സ് ആണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഇവിടെ അതേപോലെ തന്നെ മുമ്പ് ചെയ്യുന്ന പോലെ ഷാസെ ശർബത്ത്, ഷഡ്കോൺ, സബ്ജി, ഹൽദി. ഇത് 5 പ്രാവശ്യം നിങ്ങൾ എഴുതി പഠിക്കണം. നോട്ട് ബുക്കിലും അതുപോലെ 5 പ്രാവശ്യം എഴുതുക. താഴെയുള്ള ശബ്ദകോശം എന്നുള്ളത് 1 പ്രാവശ്യം നോട്ട് ബുക്കിൽ പാർട്ട് ചെയ്യുക. നസീം മുഹമ്മദ്, ലിസൺ ഹിയർ. എന്താ അവിടെ? അപ്പൊ നമുക്ക് ഈ വർക്ക് പേജ് നമ്പർ 57 വർക്കൊക്കെ ഇപ്പൊ ചെയ്യാം. അതിനുശേഷം നമുക്ക് 56 ഇന്ന് പഠിച്ച ഭാഗങ്ങൾ വായിക്കാം. ടേക്ക് യുവർ പേജ് നമ്പർ 57. टेक पेंसिल. फर्स्ट अभ्यास. फर्स्ट चित्र पहचानो और उनके नाम को पहला वर्ण लिखो. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ട് അതിന്റെ പഹലാം വർണ്ണ, ഫസ്റ്റ് ലെറ്റർ എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് പിക്ചർ ഓൾറെഡി ഗിവൺ. ഫസ്റ്റ് ലെറ്റർ യാ, യാസെ യജ്ഞ അല്ലേ? യാസെ യജ്ഞ. അതാണ് നമ്മൾ അക്ഷരങ്ങൾ ചേർത്ത് വേർഡ്സ് വായിക്കാൻ പറയുന്നത്. യാസെ യജ്ഞ. സെക്കൻഡ് എന്താണ് അന്ന ഗ്രേസ്?
കേട്ടില്ല മോളെ. സേ ലൗഡ്ലി. ഷഡ്പദല്ല. ഷഡ്പദം എന്ന് പറഞ്ഞ എന്താണ്? ഷഡ്പദം. ബട്ടർഫ്ലൈസിനെയൊക്കെയാ പറയുന്നത് ഷഡ്പദം എന്ന്. ഷഡ്കോൺ ആണ് കേട്ടോ. ഷഡ്കോൺ. ഷാ സേ ഷഡ്കോൺ. അപ്പൊ അവിടെ ഏത് ലെറ്റർ എഴുതുക നമ്മളവിടെ? ഷാ. റൈറ്റ്. ഷാ. ഓക്കെ. നെക്സ്റ്റ് അംന ഫാത്തിമ. ഹൽദി. ഹൽദിന് പറയുമ്പോ പഹല വർണ്ണ ഏതാണ്? ഹാസേ ഹൽദി അല്ലേ? ടെർമറിക് ആണ്, മഞ്ഞള്. ഹായാണ് അവിടെ എഴുതേണ്ടത്. ഹാ. നെക്സ്റ്റ് നസീം മുഹമ്മദ്. പേജ് മറിച്ചോണ്ടിരിക്കുന്നേ ഉള്ളു അവിടെ. എന്താണ് നെക്സ്റ്റ്? ഹൽദി കഴിഞ്ഞാല് എന്താണ് വേർഡ്? ലാസ്റ്റ് എന്താണ് അവിടെ പിക്ചർ? ലടുക്കി. പെൺകുട്ടിയാണല്ലോ അവിടെ. ഓക്കെ ഓക്കെ. ചുമയാണെന്ന് മനസ്സിലായി. ഓക്കെ, റെസ്റ്റ്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് അടുത്ത നോക്കിയേ നിങ്ങള്. ആർക്ക് പറയാം? അർജുൻ രാജേഷ്. ലാസേ ലടുക്കി. ലാ എഴുതി അവിടെ. നെക്സ്റ്റ് നോക്കിയേ. അർജുന് പറയാൻ പറ്റുമോ അത്? അറിയോ? വർഷ്. അതെ, വർഷ്. വാസേ വർഷ് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ടല്ലേ. എവിടെയാണത്? വർഷ എന്നല്ല, വർഷ. ബർസാത്ത് എന്നും പറയും. നമ്മളിപ്പോ ഇവിടെ പഠിച്ചത് വർഷ എന്നാ പഠിച്ചത്. വാസേ വർഷ. റൈറ്റ്. വാ. ആദിനാഥ്. നെക്സ്റ്റ് സഡക്. സഡക് എന്ന് പറയുമ്പോ പഹല വർണ്ണ ഏതാണ്? പഹല വർണ്ണ മീൻസ് ഫസ്റ്റ് ലെറ്റർ. സ. മ്യൂട്ടാക്കുമ്പോ കേക്കില്ല കേട്ടോ. സായാണ് എഴുതേണ്ടത്. സ. സാസെ സഡക്. നെക്സ്റ്റ് പിക്ചർ അബ്ദുൽ ഹാദി. പറഞ്ഞോളൂ. നെക്സ്റ്റ് പിക്ചർ എന്താണ്? ഹാദി അൺമ്യൂട്ട് ചെയ്യട. എന്താണ്? കസ്റ്റാർഡ് ആപ്പിൾ ആണ് കാണുന്നത് അല്ലേ? കസ്റ്റാർഡ് ആപ്പിൾ നമ്മൾ ഹിന്ദി വേർഡ് എന്താ പഠിച്ചത്? ഷരീഫ. അപ്പൊ അവിടെ എന്താണ്? ആവുന്നില്ലല്ലോ. ഷായാണ്. നിങ്ങൾ കണ്ടോ? കസ്റ്റാർഡ് ആപ്പിൾ ഇതാണ് കണ്ടോ? അപ്പം ഷായാണ് അവിടെ എഴുതേണ്ടത്. ഷരീഫ എന്നുള്ളതിന്റെ ഫസ്റ്റ് ലെറ്റർ ഷാ. നെക്സ്റ്റ് ഹെസ. റബഡ്. റബഡ് അല്ലെങ്കിൽ റബർ എന്ന് പറയാം നമുക്ക്. പക്ഷെ എഴുതുമ്പോ ഡ എന്ന് എഴുതണം കേട്ടോ. അപ്പം രായാണ് അവിടെ എഴുതുന്നത്. രാ. ഓക്കെ, ഫിനിഷ്. രാ.
യാ രാ. രണ്ടാമത്തെ പഠിച്ചില്ലേ? രാ. രാ സേ രബഡ്. ओके। अभ्यास 2 चित्र देखो और नाम के पहले वर्ण से मिलाओ। ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് ശ്രദ്ധിക്കുക. റൈറ്റ് സൈഡിലും ഉണ്ട് ലെഫ്റ്റ് സൈഡിലും ഉണ്ട്. സെൻട്രൽ ആയിട്ട് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നിങ്ങൾ മാച്ച് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഫസ്റ്റ് യാ സേ എന്താണത്? എന്താണ് ആ പിക്ചറിന്റെ പേര് അറിയോ? യാക്ക് അല്ലേ? യാസെ യാക്ക്, മലങ്കാള എന്ന് പറയും അതിന്. യാക്കിന് തന്നിട്ടുണ്ട്, ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്. രണ്ടാമത് രാ. രാ ലെറ്റർ എടുത്തു. രാസെ എന്താണ് വരിക? ധ്യാൻ. രാസെ രഥു നിങ്ങൾ അവിടെ കാണുന്നില്ലേ? അതിലോട്ട് മാച്ച് ചെയ്യാം കേട്ടോ. ഗാത്രി ലാസെ लासे लड़की लड़का लासे लड़का वन പിന്നെ അല്ലേ? ലടുക്കയുടെ നേരെ വരയ്ക്കാം, മാച്ച് ചെയ്യാം. നെക്സ്റ്റ് സയാൻ. വാസെ വാസെ वन വൻ. അവിടെ വാസെ വന്നിലോട്ട് മാച്ച് ചെയ്യാം. ഓക്കെ, ഗുഡ്. ഭവിക ശാസെ षट्पद षट्कोण നോ ഷാ. യാ രാ ലാ വാ കളിലെ ഷാ. ശാസെ എന്താണത്? നമ്മൾ പഠിച്ചു ഓർക്കുന്നുണ്ടോ? അവിടെ ആ മുള്ളങ്കിയാണത്. അതിലോട്ടാണ് മാച്ച് ചെയ്യേണ്ടത്. സൽഗം. ലാസ്റ്റ് വേർഡ്, ലാസ്റ്റ് ലെറ്റർ ഷാ. ഷാസെ ഷഡ്കോൺ. ലാസ്റ്റ് ലെറ്ററിൻ്റെതാണ് ഷഡ്കോൺ വരിക കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്നറിയോ? ഈ താഴത്തെ നമ്പർ 3 നോക്കിയേ. ജോർ ജോർ സെ ബോൽക്കർ ലിഖോ. എന്താണ്? സേ ലൗഡ് ആൻഡ് റൈറ്റ്. ഉറക്കെ വായിച്ചുകൊണ്ട് എഴുതാനാണ് പറയുന്നത്. ഇവിടെ നോക്കിയോ നിങ്ങള്, ഈ ലെറ്റേഴ്സ് വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം യാ രാ ലാ വ ഷ. ഇവിടെ ഇവിടെ നോക്കിയോ, ഷ ഷ സ. ഈ 3 ലെറ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും നിങ്ങൾക്ക്. അതിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാ നോക്കിയോ? ഷ ഷ സ ഹ. അപ്പൊ നിങ്ങൾ എന്താണ് ഇത് പഠിക്കാനുള്ള ഒരു ട്രിക്ക് എന്താണെന്നറിയോ? നമ്മൾ എപ്പോഴും ഷാ ചേർത്ത് ശർബത്ത്. ഷാസെ ശർബത്ത്. അപ്പം നമ്മൾ സർബത്ത് എന്നല്ല പറയുന്നത്, അതായത് ഷർബത്ത് എന്നല്ല പറയാ, ഷാസെ ശർബത്ത്. അപ്പൊ ഷാ തന്നെ നമ്മളെ നാക്കിൽ വരും. അതുപോലെ ഇപ്പം ഷാ എടുക്കുമ്പോ ഷാസെ ഷഡ്കോൺ. നമ്മൾ ഷഡ്കോണെന്നോ ഷഡ്കോണെന്നോ അല്ല വായിക്കാം, ഷഡ്കോൺ തന്നെയാണ്. ഇപ്പൊ നമ്മള് അത് ഷാ തന്നെ പ്രൊനൗൺസ് ചെയ്യും. സ. അപ്പൊ ഷായും സായും ഷായും ഏതാന്ന് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഇപ്പോഴും കൺഫ്യൂഷനാ, അതിന്റെ പ്രൊനൗൺസിയേഷൻ പഠിക്കാത്തോണ്ട്. ഷ ഷ സ. അതിലുള്ള എളുപ്പമാർഗം അത് മനസ്സിലാക്കാൻ ആ ലെറ്റർ ഉപയോഗിച്ച് നിങ്ങൾ ആ വേർഡ്സ് പറഞ്ഞ് പഠിച്ചാൽ മതി. ഷാസെ ശർബത്ത്, ഷാസെ ഷഡ്കോൺ, സാസെ സടക്ക്. അങ്ങനെ നമുക്ക് സാ ഏതാണെന്നും ഷാ ഏതാണെന്നും ഷാ ഏതാണെന്നും അതിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്നും പെട്ടെന്ന് പിടികിട്ടും. ഇത് കഴിഞ്ഞു. ഇപ്പോ നമ്മുടെ ഇന്നത്തെ പഠിക്കാനുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എഴുതി പഠിക്കാനുള്ളതാണുള്ളത്. അപ്പോ പേജ് നമ്പർ 56 ഇന്ന് വായിച്ചു കേൾപ്പിക്കാം. ആരോമൽ.
ഷ സെ ഷർബത്ത് വായിച്ചു. षटकोण षटकोण हल्दी हासे हल्दी ഓക്കെ. അപ്പൊ ആരോമൽ എന്ത് ചെയ്യണം? നോട്ട് ബുക്ക് എടുക്കുക, ഈ വേർഡ്സ് 5 ടൈംസ് എഴുതുക. അഫ്രിൻ श से शरबत श से षटकोण स से सब्जी हा से ഹൽദി. हल्दी Very good. Then right now, Andros Gio. शरबत से षटकोण स से सब्जी हा से हल्दी Haldi. हल्दी Rajesh. അർജുൻ ഇല്ലേ ഇവിടെ? हल्दी ഓക്കെ. കാശിനാഥ് അർവണ. शरबत शासे षटकोण शासे सब्जी हासे हल्दी ഓക്കെ. നെക്സ്റ്റ് ആൽബർട്ട് സ്കറിയ. शासे शरबत शासे षटकोण शासे സബ്ജി सब्जी ഹാസെ ഹൽദി. हल्दी വെരി ഗുഡ്. അവേദ്യ എഴുതിക്കോ ഇപ്പൊ തന്നെ. शरबत शासे षटकोण शासे सब्जी हासे हल्दी വെരി ഗുഡ്, വെരി ഗുഡ്. ആദിനാഥ് വായിച്ചോ? शासे शरबत शासे षटकोण शासे सब्जी हासे हल्दी ഹൽദി. വെരി ഗുഡ്. സിദ്ധാർത്ഥ് ടി വി. നിങ്ങൾ പെട്ടെന്ന് അൺമ്യൂട്ട് ആക്കിയിട്ട് വായിക്കുവാണെങ്കിൽ എല്ലാവർക്കും തന്നെ വായിക്കാം. നമുക്ക് ഇനി 6 മിനിറ്റേ ഉള്ളൂ. സിദ്ധാർത്ഥ ഇല്ല, ഉണ്ടോ? ഓക്കെ. शरबत ലെറ്റർ വായിച്ചിട്ട് വായിക്കുമോനെ. ശർബത്ത് शासे शरबत ഷാസെ ഷട്കോൺ शासे षटकोण സാസെ സബ്ജി शासे सब्जी ഹാസെ ഹൽദി. हासे हल्दी हल्दी ഓക്കെ. हल्दी വെരി ഗുഡ്, വെരി ഗുഡ്.
ഇപ്പൊ ഹോംവർക്ക് ഓവറായിട്ട് വരില്ല അല്ലെ? രാവിലെ എഴുതിയത് രാവിലത്തെ ക്ലാസ്സിൽ അന്നപ്പം തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലെ? ഇനി ഒന്ന് ഒരു പ്രാവശ്യം എഴുതാനുള്ള എഴുതാനേ ഉള്ളൂ. ഇപ്പൊ രാവിലെ എഴുതാൻ മടിച്ചവർക്ക് ഒത്തിരി ഓവർ ആയിട്ടുണ്ടാവും ഇപ്പൊ അല്ലെ? കുഴപ്പമില്ല, സമയം എടുത്ത് എഴുതുക, പഠിക്കുക. നേച്ചർ सब्जी हल्दी. Okay, very good, very good. Next, Mahadiya. साजे शरबत. साशे शरबत. शासे शरबत. साशे सड़कों. साशे सरकोन. सड़कों. सरकोन. साशे से सब्जी. सब्जी. हासे हलादी. Okay. ഹലാദി എന്ന് വായിക്കാം, ഹൽദി എന്ന് വായിക്കാം കേട്ടോ. പ്രൊനൗൺസിയേഷൻ. മഹദിയ രാവിലത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല അല്ലേ? ഉണ്ടായിരുന്നോ? അതാണ് വിഷയം അല്ലേ? വീഡിയോ ഓഫ് ചെയ്യില്ലേ? മഹദിയുടെ ഉപ്പനെ കാണട്ടെ. ഉപ്പയാണ് പഠിപ്പിക്കുന്നത് അല്ലേ? നിങ്ങൾ ഇപ്പൊ എവിടെയാണ്? നാട്ടിലാണല്ലേ? ഇപ്പൊ യൂട്യൂബിൽ അടുത്ത ആഴ്ച വരുവോ? ഓക്കെ, യൂട്യൂബ് ക്ലാസ് കാണണം. ക്ലാസ് കിട്ടിയില്ലെങ്കിൽ പറഞ്ഞ രാവിലത്തെ ക്ലാസ്സിൻ്റെത് അതാണ് ഇപ്പൊ ഡിറ്റേഷൻ ഇട്ടത്. എല്ലാരും പഠിച്ചു. ഇപ്പൊ മോള് ക്ലാസ് കണ്ടിട്ട് വേർഡ്സ് ഒക്കെ എഴുതി പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്രിസ്റ്റോ ജോൺ. शासे शरबत. शासे शरकोन. शासे सब्जी. शासे हल्दी. ഹൽദി. ഓക്കെ, വെരി ഗുഡ്. പാർവണ. ദൃശ്യ. शासे शरबत. शासे शरकोन. शासे सब्जी. ഹാസെ हल्दी. വെരി ഗുഡ്. ഓക്കെ, ഇനി ആരാണ്? അലോൺ ജോസഫ്. കാശിനാഥ് വീട്ടിലെത്തിയോ? അലോൺ അൺമ്യൂട്ട് ചെയ്യേ. നോ റിപ്ലൈ. ഇവിടെ നമ്മുടെ ടൈം ഇപ്പൊ തീർന്നിട്ടുണ്ട്. 1 മിനിറ്റേ ഉള്ളൂ ഇനി. ഓക്കെ ഓക്കെ. ഇപ്പൊ ബാക്കിയുള്ള കുറച്ച് പേരുടെ വായിക്കാനുണ്ട് അല്ലേ? അവർ നന്നായിട്ട് അത് വായിക്കണം. മിസ്സിന് വോയിസ് ഇട്ടാലും മതി, കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ ടൈം തീർന്നിട്ടുണ്ട്. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? രാവിലെ ചെയ്ത പോലെ തന്നെ നിങ്ങൾ 5 ടൈംസ് എഴുതുക. ഈ പിക്ചേഴ്സ് ഉള്ള വേർഡ്സ് ഒക്കെ 5 ടൈംസ് എഴുതുക നോട്ട് ബുക്കിലേക്ക്.
താഴെ കാണുന്ന ശബ്ദകോശ് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക് 1 ടൈം. പിന്നെന്താണ്, അക്ഷരദീപം എഴുതാനുണ്ട് അല്ലേ? അക്ഷരദീപം ഒരു ഹാഫ് പേജ് ഒക്കെ എഴുതണം ഹിന്ദി ഉള്ള ദിവസം. അപ്പൊ ബാക്കി ഇനി എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ മിസ് അത് ഗ്രൂപ്പിൽ ഇട്ട് തരാം. അതുപോലെ ചെയ്യാം, ഹോംവർക്ക് ചെയ്യാനുള്ളത് ചെയ്യാം. ഓക്കെ, അവർ ക്ലാസ് ഈസ് ഓവർ. See you. Bye bye.